ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു തോരനാണ് കേട്ടോ. വെറും തോരൻ എന്ന് പറഞ്ഞാൽ അപ്പുറം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. നമ്മുടെ മലയാളികളൊക്കെ മറന്നു തുടങ്ങിയിട്ടുള്ളൊരു തോരനാണ്. അതായത് വാഴപ്പിണ്ടി തോരനാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. വളരെ ഹെൽത്തിയാണ്, നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് ഈ വാഴപ്പിണ്ടി തോരൻ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ എന്തൊക്കെ എടുത്തിരിക്കുന്നതെന്ന് നോക്കാം. തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരര കപ്പും വൻപയറാണ് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർത്തിയെടുത്തിരിക്കുന്നത്. ആ കുതിർത്തിയെടുത്തിരിക്കുന്ന വെള്ളത്തോട് കൂടി തന്നെയാണ് ഞാനിത് വേവിക്കാൻ വേണ്ടി വെക്കുന്നത്. ഇനി നമുക്കിത് കുക്കറിൽ വൻപയറൊന്ന് വേവിച്ചിട്ട് ആദ്യം തന്നെ ഒന്ന് മാറ്റി വയ്ക്കാം. വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം ഞാനിതാ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ വൻപയർ കുക്കറിൽ വേവുന്ന സമയം തന്നെ നമുക്കിതാ വാഴപ്പിണ്ടിയൊക്കെ നന്നാക്കി കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ ഇതാ ഞാൻ അത്യാവശ്യം ഒരു തോരനൊക്കെ വെക്കാനുള്ള അത്രയും ഉണ്ണിക്കാമ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഈ വാഴപ്പിണ്ടിക്ക് ഉണ്ണിക്കാമ്പെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതാ ഉണ്ണിക്കാമ്പിൻ്റെ ഈ മുകളിലുള്ള ഭാഗം ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഔട്ടർ ലെയർ പൊളിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. നമുക്കിതാ മുകളിൽ നിന്ന് തന്നെ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് കയ്യിൽ അതിൽ നാരൊക്കെ ഉണ്ടാവും. ആ നാര് നമുക്കിങ്ങനെ കയ്യിൽ ചുറ്റിയിട്ടെടുക്കാം. അപ്പോൾ ഓരോന്നിങ്ങനെ വട്ടത്തിൽ അരിയുന്നതിനനുസരിച്ചിട്ട് ആ നാരിങ്ങനെ കയ്യിൽ ചുറ്റി ഇങ്ങനെ എടുക്കാം. അങ്ങനെ നമുക്കിത് മുഴുവനായിട്ട് അങ്ങനെ അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഞാനിതിപ്പോൾ കട്ടിംഗ് ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് അരിയുന്നത്. കയ്യിൽ വെച്ച് അരിയാൻ പറ്റുന്നവർക്ക് അങ്ങനെ അരിയാവുന്നതാണ്. ഇതെല്ലാം കൂട്ടി വെച്ച് നമുക്കിത് ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞു കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ഇതവിടെ നന്നാക്കി വെച്ചിരിക്കുന്ന മുഴുവനും ഇതുപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. നമ്മുടെ ഈ വാഴപ്പിണ്ടി എന്ന് പറയുന്നത് ആളൊരു നിസ്സാരക്കാരനല്ല. കാരണം ഒരുവിധ അസുഖങ്ങളുടെയൊക്കെ നല്ലൊരു മരുന്നാണ് കേട്ടോ ഈ വാഴപ്പിണ്ടി എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവൊക്കെ കുറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലഡ് ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ തോരനിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തേങ്ങയുടെ പകുതി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, അരമുറി തേങ്ങ. പിന്നെ ഇത് അതിലേക്ക് ഒരു 5 ചെറിയുള്ളിയും ഒരു 5 വെളുത്തുള്ളിയും ഒരു 3 പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ എടുത്തതിൻ്റെ ആ കണക്കിനാണ് ഞാനിവിടെ പച്ചമുളകൊക്കെ എടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം അഥവാ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി, നന്നായിട്ട് അരച്ചെടുക്കുകയൊന്നും വേണ്ട. ഇപ്പോൾ ഇതേ പരുവത്തിൽ ആയിട്ട് കിട്ടിയാൽ മതി. ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ വൻപയറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. 2 വിസിലായപ്പോൾ തന്നെ കുക്കറിൽ വൻപയർ വെന്ത് വന്നിട്ടുണ്ട്. ഓവറായിട്ട് വെന്ത് പോകണ്ട, ജസ്റ്റ് നമുക്ക് കൈകൊണ്ട് കുടച്ചെടുക്കാൻ ഒരു പാകത്തിൽ വെന്ത് വന്നാൽ മതി. ബാക്കി നമുക്ക് വാഴപ്പിണ്ടിയിൽ ചേർത്തിട്ട് വേവിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഗ്രേവിയോട് കൂടി തന്നെ ചേർക്കാനുള്ളതാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. സാധാ വറവിടുന്നത് പോലെ തന്നെ നമുക്ക് വറവിട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കഴുകിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വറവ് നന്നായിട്ടൊന്ന് താളിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ വാഴപ്പിണ്ടി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അത് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. വാഴപ്പിണ്ടി എന്ന് പറയുന്നത് വളരെയധികം വൈറ്റമിൻസും അതുപോലെ തന്നെ മിനറൽസൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ഇതിൽ ഒരുപാട് നാരുള്ളത് കൊണ്ട് തന്നെ വയറ് സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ നമുക്ക് ഈ വാഴപ്പിണ്ടി കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വെറും വയറ്റിൽ ഈ ഉണ്ണിക്കാമ്പിൻ്റെ ജ്യൂസ് കുടിക്കുന്നതും വളരെയധികം നല്ലതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഉണ്ണിക്കാമ്പ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഈ ഉണ്ണിക്കാമ്പിനകത്ത് ധാരാളം നാര്, ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വിശപ്പിനെ ഇത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഈ ഉണ്ണിക്കാമ്പ് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാനും വളരെയധികം നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ തോരനൊന്ന് 2-3 മിനിറ്റ് നേരം ആവിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മമ്പയർ ചേർത്ത് കൊടുക്കാവുന്നതാണ്.
കാരണം നമുക്കിത് വൻപയറും കൂടി ചേർത്തിട്ട് വേവിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒരു 2 മിനിറ്റ് മാത്രം നമുക്ക് ആദ്യം ഒന്ന് ആവിയിൽ വെച്ച് വേവിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ഗ്രേവിയോട് കൂടി വൻപയർ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ ഗ്രേവിയും വൻപയറും ഒരുമിച്ചിട്ട് എല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മളിനി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഗ്രേവിയിൽ കിടന്ന് ഒന്നുകൂടി അത് നന്നായിട്ടൊന്ന് വെന്തിട്ട് വരുന്നതാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് കൊടുത്തിട്ടൊക്കെ വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ അതിൽ ഗ്രേവിയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിത് മുഴുവനായിട്ട് വറ്റി വരണം. പക്ഷേ ഏകദേശം വറ്റി വരുന്ന ആ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്ക് ഈ തോരനൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. വാഴപ്പിണ്ടി തോരൻ ഇതുപോലെ തന്നെ വൻപയറും ഇതുപോലെ തന്നെ തേങ്ങ അരപ്പൊക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് കേട്ടോ. നമ്മൾ വാഴപ്പിണ്ടി തോരൻ തനിയെ വെക്കുമ്പോൾ ഉള്ള ടേസ്റ്റിനെക്കാട്ടിലും നല്ലൊരു ടേസ്റ്റാണ് ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. തേങ്ങ അരപ്പും ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ തോരൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൽ താഴെയായിട്ട് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മുടെ തോരനിലൊക്കെ ചേർക്കുന്നത് വളരെയധികം നല്ലതാണ്. അത്രയ്ക്കും ഗുണങ്ങളുള്ളതാണ് ഈ മഞ്ഞൾ എന്ന് പറയുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ്റെ പണിയൊക്കെ ഇവിടെ കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ തോരൻ തയ്യാറാക്കുന്നതിൽ കുറച്ചൊന്ന് ബുദ്ധിമുട്ടുള്ളതെന്ന് പറയുന്നത് ഉണ്ണിക്കാമ്പ് അരിഞ്ഞെടുക്കുന്നതാണ്. അരിഞ്ഞെടുത്തൊക്കെ നേരത്തെ വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഇപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് പോരായ്മ ഉള്ളത് കൊണ്ട് തന്നെ ഞാനിതിലേക്ക് കുറച്ചുകൂടി ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. കാരണം വൻപയറൊക്കെ വേവിക്കുമ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. പിന്നെ ഉണ്ണിക്കാമ്പും ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ട് എടുത്തിട്ടുള്ളത്. ഇനിതാ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മൂടിയൊക്കെ ഒന്ന് തുറന്ന് ഇതുപോലെ ഒരു സെർവിങ് ബൗളിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.